അൾട്ടിമേറ്റ്ലി നമ്മളൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. സോ യു ഫീൽ ഒഫെൻഡഡ് ബൈ ദാറ്റ്. പാരന്റിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ്. എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും തീരുമാനമായ ഡിസ്കഷനിൽ നിന്നായിട്ടോന്ന്. സ്ത്രീകൾ അത് ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് എടുക്കുക. സ്ത്രീകൾക്ക് പൊതുവെ ആ ഏരിയയിൽ പ്രിട്ടൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടെക്നിക്കലി. അതാണ് മഹാരാജാസ് എത്തുന്നതിന് മുന്നേ ഡിഗ്രി പഠിച്ച കോളേജിലെ സമരം ചെയ്ത് തുടങ്ങി ഞങ്ങൾ. ഏറ്റവും രസമുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് ഭാഗ്യമായിട്ടാണോ തോന്നണത്. ശരിക്കും ഞാൻ ആക്ടിവിസ്റ്റ് അല്ല എന്ന് തിരിച്ചറിഞ്ഞു. ബിക്കോസ് ദർ ആർ ഫ്യൂ പീപ്പിൾ ജീവൻ കളഞ്ഞ് എവറി ഡേ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയണേ. നമ്മളെ ലൂസ് ചെയ്യുന്നതല്ല രാഷ്ട്രീയം, ഫെമിനിസ്റ്റ് രാഷ്ട്രീയം. മിസ് വിറ്റ്സിൽ നിന്ന് നമ്മോടൊപ്പം അർച്ചന പത്മിനി, സ്വാഗതം. താങ്ക് യു. നമ്മളെപ്പോഴേ അർച്ചന പത്മിനി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കണ്ടിട്ടുള്ളത് അഭിപ്രായങ്ങൾ പറയുന്ന, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളെയാണ് നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ 2-3 സൈഡേ അർച്ചന പത്മിനിയുടെ കണ്ടിട്ടുള്ളൂ. ശരിക്കും അർച്ചന പത്മിനി എന്നുള്ള മനുഷ്യനെ എങ്ങനെയാണ് താങ്കൾ രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്? അവിടെ തുടങ്ങാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പ്രൈമറിലി ഒരു ആക്ടറായിട്ടാണ് എന്നെ കാണുന്നത്. സിനിമ എന്ന് പറയുന്ന മീഡിയം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ മേഖലകളിലും കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. ഐ എം ജസ്റ്റ് എ ക്യൂരിയസ് ഫിലിം സ്റ്റുഡൻറ്. അങ്ങനെ പറഞ്ഞു പോകാം. എപ്പോഴെങ്കിലും നമ്മൾ ഈ അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ നമ്മൾ തുറന്നു പറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അതല്ലാത്തൊരു അർച്ചന പത്മിനിയെ കൂടി ജനങ്ങൾ കാണണം, അല്ലെങ്കിൽ എന്താ പറയുക, മീഡിയയിൽ അത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതോ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ? 100%. അതല്ലാത്ത ആളെയാണ് കാണേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫൺ സൈഡോ, നമ്മൾ ഈ എസ്പെഷ്യലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആർട്ടോ, നമ്മുടെ ക്രാഫ്റ്റോ, അതൊന്നും സംസാരിക്കില്ല. അത് സ്വാഭാവികമാണ്, അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. സോ യു ഫീൽ ഒഫെൻഡഡ് ബൈ ദാറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമ പ്രവർത്തക അല്ലെങ്കിൽ സിനിമാ താരം, സിനിമാ നടി, അസോസിയേറ്റ്, എഴുത്തുകാരി, ഇതൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ മുന്നേ തന്നെ ഒരു സിനിമയെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു അർച്ചന പത്മിനിയുണ്ട്. എവിടെ നിന്നാണ് സിനിമ ഇത്രത്തോളം ഒരു ആവേശമായിട്ട് ജീവിതത്തിൽ എങ്ങനെയാണ് കടന്നുകൂടിയത് സിനിമ? എൻ്റെ സ്ഥലം മഞ്ചേരിയ, മലപ്പുറം. സോ ഞങ്ങൾക്ക് നാട്ടിലൊരു ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് അവിടെയാണ്, ഒരു വിമൻസ് കോളേജിലാണ് മഞ്ചേരിയിൽ. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു മാഷ് ഉണ്ടായിരുന്നു ഫിലിം സൊസൈറ്റിയിൽ, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മുഹമ്മദ് മാഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മാഷ്. സോ ത്രൂ ഹിം ആൻഡ് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ഫിലിം സൊസൈറ്റിയിൽ ആക്റ്റീവായിരുന്നു. അപ്പം അവിടെ നമ്മൾ ആദ്യമേ കാണുന്നത് ലോക ക്ലാസിക്കുകളാണ്, തമാശയൊന്നുമല്ല, വളരെ സീരിയസ് ആണ്. അങ്ങനെ നമ്മൾ കേരളത്തിലും പുറത്തും ഇന്ത്യയിലും ഒക്കെ പ്രാക്ടീസിങ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനെയൊക്കെ ഞാൻ എൻ്റെ നാട്ടിൽ വെച്ചൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പം ഇത് കൊള്ളാലോ. സോ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് മറ്റേ സിനിമ സ്ക്രീൻ ചെയ്യുക, വർത്താനം പറയുക, അതിനെപ്പറ്റി ഇത് കൊള്ളാൻ പരിപാടി എന്ന് തോന്നി. ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പം നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാണല്ലോ അത്. അങ്ങനെ ഫെസ്റ്റിവൽസിന് പോവുക, സിനിമ കാണുക, എന്നിട്ട് ആൾക്കാർ വർത്തമാനം പറയണത് കേൾക്കുക, ഇതായിരുന്നു പ്രൈമറി കണക്ട് സിനിമയെ ബന്ധപ്പെട്ടെ. അല്ലാതെ എൻ്റെ വീട്ടിൽ സിനിമ കാണാൻ പോലും ഞങ്ങൾ പോണ ആൾക്കാരൊന്നുമല്ല, തിയേറ്ററിൽ എപ്പോഴും പോവുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിങ്ങനെ നടന്ന് ഒരു പോയിന്റിൽ അപ്പം നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാവാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്നല്ലേ. ഇപ്പോൾ ക്യൂറേഷൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫീച്ചർ ഫിലിമിൻ്റെ ഫെസ്റ്റിവലുകളായിക്കോട്ടെ, ഇതൊക്കെ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു രാഷ്ട്രീയം എല്ലാ ക്യൂറേഷൻസിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ സമൂഹം ശ്രദ്ധ കൊടുക്കേണ്ട ചില കാര്യങ്ങളെ നിങ്ങളെല്ലാ ഫെസ്റ്റിവൽസിലും നിങ്ങളെല്ലാവരും പറയാറുണ്ട്, എല്ലാ ക്യൂറേറ്റേഴ്സും പറയാറുണ്ട്. എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ ക്യൂറേഷൻസ് എൻ്റെ ഒരു മേഖലയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചും, പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ക്യൂറേഷൻസിലും ഞാൻ
എൻ്റെ ഒരു ഇനമായിട്ട് എപ്പോഴും കൊണ്ടുവരാറുള്ള ചില ആശയങ്ങളുണ്ടല്ലോ, അതെങ്ങനത്തെ ആശയങ്ങളായിരിക്കും എല്ലാ ക്യൂറേഷൻസിലും എന്ന് എനിക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്യൂറേഷൻസ് എൻ്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അത് ഭയങ്കര സ്വാഭാവികമായിട്ട് ഓർഗാനിക്കായിട്ട് ഉണ്ടായതാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫസ്റ്റ് ആളുകൾ ഒരുപാട് പേര് കണ്ട ക്യൂറേറ്റഡ് പാക്കേജ് എന്ന് പറയുന്നത് 9 പെൺ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ്. ട്രാവൽഡ് ഒരുപാട്, ആക്ച്വലി കേരളത്തിൽ പലയിടങ്ങളിൽ നമ്മൾ സ്ക്രീൻ ചെയ്തു. UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ, തമിഴ്നാട്ടിൽ മധുരൈ, ചെന്നൈ ഫെസ്റ്റിവൽസ്, പൃഥ്വി തിയേറ്ററിൽ നമ്മുടെ ആനന്ദ് പട്വർദ്ധൻ മൂപ്പര് കൊണ്ടുപോയിട്ട് അത് സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാക്കേജ്. അത് എങ്ങനെ സംഭവിച്ചു വെച്ചാൽ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ്ലി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സിനിമ കാണുന്നു, ഫെസ്റ്റിവൽസിൽ പോണു. ആ സമയത്ത് അതായിരുന്നു എൻ്റെ ഒരു റൂട്ടീൻ. സോ അങ്ങനെ ഞാൻ മുംബൈ ഫെസ്റ്റിവൽ, മിഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലുണ്ട്, അവിടെയും PSBTയുടെ ചില ഫെസ്റ്റിവൽസ്, അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ മലയാളി പെൺകുട്ടികൾ ചെയ്തിട്ടുള്ള രസമുള്ള സിനിമകൾ അവിടെ കാണുകയാണ് പല ഫെസ്റ്റിവൽസിൽ, കേരളത്തിന് പുറത്ത്. അപ്പം ഞാൻ കേരളത്തിൽ സിനിമ സ്ക്രീൻ ചെയ്യുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്ക്രീൻ ചെയ്യുന്ന ആളാണല്ലോ, ഇതൊന്നും ഇവരൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് എന്നാൽ പിന്നെ ഇത് കാണിക്കണമല്ലോ. അങ്ങനെ ഞാൻ അന്വേഷിച്ച് തുടങ്ങി കുറച്ച് സിനിമകൾ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ആ സമയത്ത് പാരലലി പ്രാക്ടീസ് ചെയ്യുന്ന NIDയിലോ SRFTയിലോ അങ്ങനെ പല സ്ഥാപനങ്ങളിൽ പഠിക്കാത്ത ഒരു 8-9 സ്ത്രീകളുടെ സിനിമകൾ ഞാൻ അങ്ങ് കണ്ടുപിടിച്ചു. ലൈക്ക് അതിൽ കൂടുതൽ കണ്ടുപിടിച്ചു. പിന്നെ ഞാനത് 9 എണ്ണമാക്കി ചുരുക്കി. അപ്പോൾ അത് അന്ന് നമ്മൾ കോഴിക്കോട് നമുക്കൊരു സ്പേസ് ഉണ്ട്, മിനിമൽ സിനിമ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ തന്നെ തുടങ്ങിയ ഒരു സംഗതിയാണ്. അപ്പം അവിടെ നമ്മൾ ആദ്യത്തെ സ്ക്രീനിങ് ചെയ്തു. പിന്നെ WCC ആയിട്ട് ചേർന്നിട്ട് കൊച്ചിയിൽ ചെയ്തു. പിന്നെ ജസ്റ്റ് ട്രാവൽഡ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അങ്ങനെയാണ് ഫസ്റ്റ് ആലോചന, അയ്യോ ഇവരുടെ സിനിമ ആളുകൾ കാണണല്ലോ എന്നുള്ള ആലോചനയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ ക്യൂറേറ്റർ ആയതാണ് ഞാൻ. ബട്ട് എല്ലാ കാലത്തും ഇപ്പം നമ്മുടെ ബീന പോൾ, ഇപ്പം നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഐ റിമെമ്പർ വാച്ചിങ് ഹെർ വിത്ത് ലോഡ് ഓഫ് അഡ്മിറേഷൻ. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടത്തോടെ അവരുടെ ഇൻ്റർവ്യൂസൊക്കെ കാണുന്ന, ഭയങ്കര IFFKയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഐ യൂസ് ടു ജസ്റ്റ് വാച്ച് ഹർ, the grace and the way she does. And I mean, she has been doing this ഒരു വലിയൊരു ഫെസ്റ്റിവൽ ഫോർ ലൈക്ക് ദീസ് മെനി ഇയേഴ്സ് ഒരാൾ ചെയ്യല്ലേ. അപ്പോൾ ഐ ഹാവ് ഓൾവേസ് ബീൻ എക്സൈറ്റഡ് അബൌട്ട് വാട്ട് ഷീ ഈസ് ഡൂയിങ്, എന്താ ഈ പരിപാടി എന്നുള്ളത്. പിന്നെ വായനയുണ്ട്, നമ്മൾ സ്വാഭാവികമായിട്ട് ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്നത് കൊണ്ട് സിനിമയും ക്രിറ്റിസിസവും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഗേസിനെ കുറിച്ചും ഈ ഡിസ്കഷൻസും ഫിലിം സ്ക്രീനിങ്ങും. സോ മൊത്തത്തിലൊരു അക്കാഡമിക് സൈഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള എക്സ്റ്റൻഷനായിട്ടാണ് ക്യൂറേഷൻ തുടങ്ങിയത്. പിന്നെ അറ്റ് സം പോയിന്റ് ഒരു ഫീമെയിൽ ഫിലിം ഫെസ്റ്റിവലിൽ ബീന ചേച്ചി തന്നെ ആസ്ക് മീ ടു ക്യൂറേറ്റ് എ സ്മോൾ പാക്കേജ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമുള്ള മെമ്മറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം, അതായത് അർച്ചന പത്മിനിയുടെ ഒരു എന്താ പറഞ്ഞ ഒരു പ്രിൻസിപ്പൾന്നോ, അല്ലെങ്കിൽ ഇത് ഞാൻ ക്യൂറേറ്റ് ചെയ്താൽ അതിൻ്റെ അകത്ത് ഈ ഒരു സംഗതി കൊണ്ടുവരും, അങ്ങനെ ഒരു ചിന്തയുണ്ടോ? എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് ചെയ്യാറുണ്ടോ? ക്രാഫ്റ്റും ആർട്ടും തന്നെയാണ് അതിൻ്റെ ഒരു, ഫിലിം മേക്കിംഗ് തന്നെയാണ് എൻ്റെ മേജർ ഫോക്കസ്. ബട്ട് ഡെഫിനറ്റ്ലി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിനിമ നമ്മൾ സ്ക്രീൻ ചെയ്യില്ല. അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമുള്ള സിനിമ, സ്ത്രീവിരുദ്ധമായിട്ടുള്ള സിനിമ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള സിനിമ, ഒരുപക്ഷെ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സിനിമയൊന്നും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. ബിക്കോസ് യു പ്ലേസിങ് സംതിങ്. നമ്മൾ ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിലേക്ക് ഒരു ഇമേജ് കാണിക്കാൻ പ്ലേസ് ചെയ്യാണ്. ദറ്റ് ആക്ട് ഇറ്റ് സെൽഫ് ഇസ് വെരി പൊളിറ്റിക്കൽ. അപ്പം നമുക്കങ്ങനെ എന്തെങ്കിലും ഒന്നും അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ വെരി കോൺഷ്യസ് ആക്ട് വൈൽ യു ക്യൂറേറ്റ്. ഭയങ്കര സെൻസിറ്റീവ് ആണ് ആ പരിപാടി. യു കാൺ ജസ്റ്റ് റാൻഡംലി സ്ക്രീൻ എനിത്തിങ്. ഇറ്റ്സ് എ വെരി സീരിയസ് ആക്ട്. പീപ്പിൾ ജസ്റ്റ് റാൻഡമായിട്ട് കുറേ സിനിമകളൊക്കെ വെറുതെ പ്ലേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ബട്ട് ദാറ്റ്സ് നോട്ട് ക്യൂറേഷൻ. അതുകൊണ്ടൊക്കെയാണ് ഞാനതങ്ങനെ ആ ഒരു ചോദ്യത്തിലേക്ക് വരാനുള്ള കാരണം. ഇപ്പോൾ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്താവുന്നൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ തുറന്നു പറച്ചിലുകൾ കൂടിയത് എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൻ്റെ ഏത് പോയിന്റിലായിരിക്കും
അർച്ചന പത്മിനിയെ നമ്മൾ എപ്പോഴും ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം അർച്ചന പത്മിനി തുറന്ന് പറയുന്നത് ഫോർ സേക്ക് ഓഫ് ഡൂയിങ് ദാറ്റ് എന്നുള്ളതല്ല, സത്യസന്ധമായിട്ട് എല്ലാ കാലവും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയത്? ഈശ്വര, ഐ തിങ്ക് നമ്മളിങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ സ്ഥലം മഞ്ചേരിയാണ്. ഞാനൊരു സാധാരണ ഒരു മേ ബി യു ക്യാൻ കോൾ ഇറ്റ് എ വില്ലേജ് അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് വരണേ. എൻ്റെ അച്ഛനൊരു ബസ് കണ്ടക്ടറാണ്, അമ്മ ഒരു അംഗനവാടി ടീച്ചറാണ്. ഞാനൊരു ആ തരത്തിലൊരു സൊസൈറ്റിയുടെ ഒരു വളരെ സാധാരണ ഒരു സ്പേസിൽ നിന്നല്ലേ വരുന്നത്. ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. താങ്ക്ഫുള്ളി നോട്ട് സോ പ്രിവിലേജ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് കാണാൻ പറ്റില്ല. ഐ ഹവ് സീൻ പീപ്പിൾ ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ഒരു സോഷ്യൽ റിയാലിറ്റി ഒക്കെ പിടി കിട്ടില്ലല്ലോ. അത് അവരുടെ കുറ്റമല്ല, എന്താ നടക്കുന്നതെന്ന് അറിയില്ല, ആ കാഴ്ചയില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന അത്യാവശ്യം സമയമായിട്ടുള്ളൊരു എന്താ പറയുക ഉള്ളതും ഇല്ലായ്മയൊക്കെ കണ്ടിട്ടുള്ളതും കൊണ്ട് ഒരു അതെല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുക, നമുക്ക് അങ്ങനെ ഒരു എംപതറ്റിക് സെൽഫ് ഉണ്ടാവും. ഓൾസോ ഞാൻ വിചാരിക്കേണ്ട അച്ഛനും അമ്മയും ദേ വർ ഗുഡ്. ലൈക്ക് ഒരു വലിയ സർക്കിളാണിത്. കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് വിത്ത് ദം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ദേ വർ ഗുഡ്. സൈക്കിൾ പോലെ എന്നുവെച്ചാൽ അവരോട് അടിയൊക്കെ ഉണ്ടാക്കി ബഹളൊക്കെ വെച്ചൊരു വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞ് യു സെറ്റിൽ വിത്ത് ദം. അവർ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു നല്ല കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അത് വിച്ച് ഇസ് എ വെരി റെയർ തിങ്. ഇപ്പം നമ്മൾ ശ്രീനിവാസൻ സാറിൻ്റെ നമ്മളിങ്ങനെ വിട്ടുപോയ സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ധ്യാൻ ചേട്ടനാണെങ്കിലും വിനീതേട്ടനാണെങ്കിലും രണ്ടുപേരും അവർക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ തുറന്നു പറയാം. അവർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അച്ഛനോട് നിരന്തരം ഞങ്ങൾ ഇഷ്ടക്കേടുകൾ ഞങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അവരുടെ അച്ഛന് നല്ലൊരു പൊളിറ്റിക്സ് ഉണ്ടായതുകൊണ്ടാണ് നല്ല മക്കൾ അതേ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായതെന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നമ്മൾ ഈ കുട്ടികളെ അങ്ങ് പാരൻറ്റിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ്. എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും തീരുമാനമായ ഡിസ്കഷനിൽ തന്നെയുണ്ടോയെന്ന്. പക്ഷെ എനിക്ക് തോന്നും അധികം ഒന്നും ഇടപെടാതിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു മൂപ്പര് ചെയ്തിട്ടുണ്ടാവുക അതായിരിക്കും. ഒരുപാട് ഇടപെട്ടിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഒരു സമാധാനമായിട്ട് അവരെ വളരാൻ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും ഓൾസോ ബിക്കോസ് ദേ ഡിഡ്ന്റ് നോ. ഇപ്പം ഞാൻ സിനിമ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ ഫിലിം ഫെസ്റ്റിവൽ എന്നൊക്കെ പറയണത് സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുന്നത് വലിയ ബഹളമായിരുന്നു വീട്ടിൽ. അവർക്കതൊന്നും മനസ്സിലാവുക പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അതിൽ ഇടപെടില്ലായിരുന്നു. ഫൈറ്റ് ഉണ്ടായി, പക്ഷെ ഒരിക്കലും അരുത് എന്ന് പറയാൻ അങ്ങനെ അരുതെന്നും പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. ഐ സീൻ കുറേ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ള പാരൻസ് ഒരു പ്രത്യേക രീതിയിൽ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നതൊക്കെ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ അവർ സാധാരണ മനുഷ്യരായിരുന്നു. അവർക്ക് ചില മൂല്യങ്ങൾ ഉണ്ടാവണം, മനുഷ്യരെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഉള്ള നിർബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഓൾസോ അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിന് ഫൈറ്റ് ചെയ്യുന്ന മനുഷ്യരായിരുന്നല്ലോ. സോ എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം സാമൂഹികമായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിരിക്കണം, ഒരു അനീതി കണ്ടാൽ നമ്മളത് അനീതിയാന്ന് പറയണം എന്നൊക്കെ ഉള്ള സാധനം വീട്ടിൽ നിന്നും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഈ രാഷ്ട്രീയ ചർച്ചകളും മറ്റതും മറിച്ചതൊക്കെ വളരെ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി. സ്ത്രീകൾ അത് ഭയങ്കര ഹോണസ്റ്റായിട്ട് എടുക്കുക. സ്ത്രീകൾക്ക് പൊതുവെ ആ ഏരിയയിൽ പ്രിട്ടൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടെക്നിക്കലി, അതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വേറൊരാളാവാൻ പറ്റില്ല, പാടാത്. കാരണം യു കാൺ ഡൂ ദാറ്റ് ബേസിക്കലി. വീട്ടിൽ ഫൈറ്റ് ചെയ്താലേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂല്ലോ സ്ത്രീകൾക്ക്. അപ്പം അതുകൊണ്ടായിരിക്കും. പിന്നെ കോളേജ് മഹാരാജാസാണ്. മഹാരാജാസ് എത്തുന്നതിന് മുന്നേ ഡിഗ്രിക്ക് പഠിച്ച കോളേജിലെ സമരം ചെയ്ത് തുടങ്ങി ഞങ്ങൾ. മഹാരാജാസിലെത്തിയപ്പോൾ തന്നെ യു ഹാവ് ദിസ് വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. അപ്പം നമ്മൾ പുതിയ സമര ഐഡിയകളൊക്കെ ഇന്നെന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെ ലോകം മാറ്റിമറിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കാരണം ഇവിടെ വിപ്ലവം വരും എന്ന് പറയുന്നത് വളരെ അങ്ങനെയല്ല. ബേസിക്കലി ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സ്വപ്നം ഉണ്ടല്ലോ. വിപ്ലവകാരികളൊക്കെ ഭയങ്കര പാവങ്ങൾ സ്വപ്നം കാണുന്നവരാണല്ലോ. I think they're very naive in a different way because they really think
അവർ പണിയെടുത്തിട്ട് എന്തോ മാറ്റം വരും എന്ന് വിചാരിക്കണോണ്ടാണല്ലോ അവർ ചെയ്യണേ. സത്യം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു സോണായിരുന്നു. ആൻഡ് നല്ല രസമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും നല്ല രസമുള്ള ഒരു സ്പേസും ഒരു കാലവും വളരെ കേരളത്തിൽ തന്നെ ഭയങ്കര ഭയങ്കര രസമുള്ള സമയമായിരുന്നു അത്. ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സമയമായിരുന്നു അത്. സോ ഇൻ എ വേ ഐ എൻജോയ്ഡ് ഇറ്റ്, ബട്ട് ദാറ്റ് ഓൾസോ ബ്രിങ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹെവിനെസ്. ഒരു തരം നമ്മൾ തന്നെ കുറച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഭയങ്കര ഗൗരവത്തിൽ ഒരു അധോലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മളെങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ കാണുന്ന അവസ്ഥ വരും. അത് പിന്നെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പണിയാ. സോ ഐ കുഡ് ബ്രേക്ക് ഇറ്റ്, ഐ ഫീൽ. അത് നന്നായി. ലൈഫിനെ കുറച്ചുകൂടി നമുക്ക് ആ ജോയ് ഇല്ലേ, ആ ജോയ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ചിലപ്പോൾ അത് നഷ്ടപ്പെടും ഈ പ്രോസസ്സിലേ. നിങ്ങൾ ഭയങ്കര ഹെവി ആയിട്ട് അത് കോൺഷ്യസ്ലി നമ്മളത് പൊളിക്കണം. സോ ഐ തിങ്ക് ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തു ടു ബി ഹോണസ്റ്റ്. ഞാനേ ഇപ്പോൾ നമ്മൾ ഇത്രയും നിലപാടുകൾ അതൊക്കെ പറഞ്ഞ അവിടെ നിൽക്കട്ടെ. ഞാൻ മഹാരാജാസിലേക്ക് നമുക്ക് തിരിച്ചു വരണം. കാരണം അർച്ചന എന്നുള്ള കലാപ്രവർത്തകയെ, അർച്ചന എന്നുള്ള മനുഷ്യനെ രൂപപ്പെടുത്തിയതിൽ വലിയ പങ്കുണ്ട് എന്ന് എനിക്കും അറിയാം, അർച്ചനയ്ക്കും അറിയാം. അപ്പം അതവിടെ ഒരു ചെറിയ പോസിറ്റിട്ട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സിനിമ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അതായത് എങ്ങനെയായിരിക്കും അർച്ചന സിനിമകൾ, വരുന്ന സിനിമകൾ, ഇപ്പോൾ പിന്നിൽ പ്രവർത്തിക്കാനായിക്കോട്ടെ അഭിനയിക്കാനായിക്കോട്ടെ, എങ്ങനെയായിരിക്കും സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്? ഒന്ന് ഭയങ്കര തിരഞ്ഞെടുപ്പിനുള്ളൊരു സ്റ്റേജിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ എന്തുകൊണ്ടോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം ഗംഭീര ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഐ റിമെമ്പർ കുറച്ച് നാൾക്ക് ശേഷം ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് മാർട്ടിൻ പ്രക്കാട്ട്, ഷാഹി കബീർ, അഞ്ജലി മേനൻ, അഷ്റഫ് ഹംസ, സുധാ കൊങ്ങര, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഫിലിം മേക്കേഴ്സ് നമുക്കിങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അമൽ നീരദ്, എല്ലാവരുടെ ഇങ്ങനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ. അത് മാത്രമല്ല നാഷണലി ഭയങ്കരമായിട്ട് ആളുകൾ നോക്കിയിരിക്കുന്ന ഡയറക്ടേഴ്സ് കൂടിയാണ് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഐ റിമെമ്പർ അങ്ങനെ ഈ ആൾക്കാർ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമല്ലോ. ഞാൻ തോന്നുന്നു ഇനി ഇതിൽ വല്ല കാര്യമുണ്ടോയെന്ന്. ബിക്കോസ് ഐ സ്ട്രോങ്ലി ഫീൽ, ഇപ്പം ഞാൻ ശരിക്കും അഞ്ജലി മേനൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അഞ്ജലി ഐ തിങ്ക് മഞ്ചാടിക്കുരു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കാണുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സിനിമയിലൊന്നും ഞാൻ വർക്ക് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ അഞ്ജലിയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നിങ്ങനെ കൊതി ഉണ്ടായിരുന്നു. ആൻഡ് ഐ വർക്ക്ഡ് ആസ് എ AD, വർക്ക്ഡ് ആസ് എൻ ആക്ടർ ആൻഡ് ഓൾസോ ബിക്കെയിം എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. എനിക്കിങ്ങനെ വളരെ ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചിട്ട് ബൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി കൂടിയായി. ഒരു വലിയ എനിക്ക് ബഹുമാനമുള്ള ഒരു എൽഡർ സിസ്റ്റർലി വൈബൊക്കെ തരുന്നൊരു കക്ഷിയായി മാറിയല്ലോ മൂപ്പര് ജീവിതത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് അഞ്ജലിയുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന്. അങ്ങനെയുള്ള ചില ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ പ്രോജക്റ്റുകളിലെല്ലാം ഐ വാസ് ദ മോസ്റ്റ് കംഫർട്ടബിൾ ആൻഡ് ഐ വാസ് ട്രീറ്റഡ് വെൽ. സോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓൾസോ ഐ തിങ്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫിലിം മേക്കേഴ്സ് എന്ന് പറയണത് ഐ തിങ്ക് ദേ ആർ ദ ബെസ്റ്റ്. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ, എല്ലാവരും നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളെന്തോ രാഷ്ട്രീയമൊക്കെ പറയുന്ന ആൾക്കാരെന്നൊക്കെ പേടിയൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും രസമുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് ഭാഗ്യമായിട്ടാണോ തോന്നണത് ശരിക്കും. അത് ഇറ്റ്സ് മാജിക്കൽ. ഇപ്പോൾ സുധാ മാമിൻ്റെ കൂടെ, സുധാ കൊങ്ങര മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് അതിനുള്ള ഹേതു വണ്ടർ വുമൻ ആണ്. ഐ റിമെമ്പർ നമ്മുടെ അപർണയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് സൂര്യ പോട്ടർ ആ പടത്തിന്, അപ്പം ഞാൻ ചോദിച്ചു ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്നാലോചിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ദർ ഇസ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അപകടകരമായ സിനിമ ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്. അതായത് ആക്ടേഴ്സിന് വലിയ ചോയ്സ് ഒന്നുമില്ല. വേറെ വിഷയം, ആക്ടേഴ്സിന് അൺലെസ് യു ആർ എ സൂപ്പർ സ്റ്റാർ നിങ്ങൾക്ക് കുറച്ച് വർക്കാണ് വരിക. ആ വരുന്ന വർക്ക് മുഴുവൻ എടുക്കാതിരിക്കാനൊക്കെ ഉള്ള ചോയ്സ് എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ആക്ടേഴ്സ് ടൂൾസ് മാത്രമാണ് ഒരു സിനിമയുടെ. അതിൻ്റെ പൊളിറ്റിക്സോ അതിൻ്റെ വിഷനോ അതിൻ്റെ വേറെ എന്തും അതിലൊന്നിലും നമുക്ക് റോളില്ല. അത് ചെയ്യണോ ചെയ്യേണ്ട തീരുമാനിക്കാം.
പക്ഷേ ഫോർ ആസ്പയറിങ് ആക്ടേഴ്സ് അങ്ങനെ എത്രത്തോളം ചോയ്സ് ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ ആ വിഷയത്തിൽ. അൺലെസ് യു ആർ ഇൻ എ പ്ലേസ് വെർ യു ക്യാൻ ജസ്റ്റ് ഡിസൈഡ്. അങ്ങനെയൊന്നും വലിയ ആക്ടേഴ്സിന് അത്ര വലിയ ചോയ്സ് ഒന്നും ഇല്ല. ആൻഡ് യു കാണ്ട് ഇൻ്റർവീൻ ഇൻ എനി പടത്തിൻ്റെ പൊളിറ്റിക്സിലൊന്നും നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്കതൊരു അപകടകരമായ ഇപ്പോൾ ഒരു ഭയങ്കര മനുഷ്യരിതായിട്ടുള്ളൊരു സിനിമയാണ്, സ്കൂട്ടാവാം എന്നുണ്ടെങ്കിൽ ആവാം, അങ്ങനെ ചെയ്യാം. പക്ഷെ അല്ലാണ്ട് എനിക്ക് തോന്നണില്ല കേട്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ അത് ആഗ്രഹമുണ്ട് ആ സ്പേസിലെത്തണം എന്ന് ടു ഡിസൈഡ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ ഈ പറഞ്ഞ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് മനസ്സുകൊണ്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ വളരെ ബുദ്ധിപരമായി ഊരണം എന്നാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എന്താ പറഞ്ഞ ഈ സന്തോഷവും തമാശയൊക്കെ പറയുന്ന ഒരു അർച്ചനയിലേക്ക് ജനങ്ങൾ എത്തണം എന്ന് പറഞ്ഞില്ലേ, അപ്പോ അത് എത്രത്തോളം എളുപ്പമായിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എത്രത്തോളം എളുപ്പമായിട്ടുണ്ട് ഇങ്ങനെ തമാശകൾ പറയുന്ന ഒരു അർച്ചനയിലേക്കൊക്കെ. ശരി, ചാനലുകാർ എന്നെ തല്ലിക്കൊല്ലും. ഐ റിമെമ്പർ ദർ വാസ് എ പോയിന്റ് വെർ ഐ ഹവ് ഡിസൈഡഡ് ഇനി ഞാൻ ചാനൽ ചർച്ചയ്ക്ക് പോയില്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ജേർണലിസ്റ്റുകളുണ്ട്, അവരൊക്കെ ഞാൻ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ആക്ടിവിസം എന്ന് പറയുന്നതും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ, അതായത് സയൻറ്റിഫിക് ആയിട്ട് പറയല്ല ഞാൻ പറയാം, ഇത് രണ്ട് പരിപാടിയാണ്. അപ്പോൾ വെൻ യു കോൺസ്റ്റൻ്റ്ലി റിയാക്ടിങ് ടു സംതിങ്, ഇതിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മളങ്ങ് പ്രതികരിക്കാം, ഇന്നിപ്പോൾ എന്താ പ്രശ്നം നമുക്ക് പ്രതികരിച്ചേക്കാം എന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് സമയം ഉണ്ടാവുള്ളൂ, വേറെ പണിയെടുക്കാൻ പറ്റില്ല. ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുക്കാൻ പറ്റില്ല എന്നേ. അപ്പോൾ അതൊരു വലിയ ട്രാപ്പാണ്. നിങ്ങൾ രാവിലെ എണീച്ചിട്ട് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നിന് പ്രതികരിച്ചിട്ട് മറ്റതിന് പ്രതികരിച്ചില്ലെങ്കിലും പ്രശ്നമല്ലേ. അപ്പം എന്താണ് നിങ്ങളുടെ സ്കെയില്? സോ ഇറ്റ്സ് എ വെരി കയോട്ടിക് ലൂപ്പ് അതിനകത്ത് പെട്ട് കിടക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മീഡിയ സുഹൃത്തുക്കൾ വിളിക്കും എന്നെ, എന്ത് പ്രശ്നം ഉണ്ടായാലും വിളിക്കും, പ്രതികരിക്കുന്നുണ്ടോ, എന്നെ വെറുതെ വിടണം. കാരണം ആ എനർജി ഡിഡ്ന്റ് ഹെൽപ്പ് മീ ടു ക്രിയേറ്റ് എനിത്തിങ്. നമ്മൾ മുഴുവൻ സമയം ഒരു പ്രതികരിക്കാനോ അല്ലെ ദേഷ്യത്തിന്റെ ഒരു മോഡിലായി പോവാം എന്നുവെച്ചാൽ കൺസ്ട്രക്റ്റീവ് അല്ല എന്ന് തോന്നി എനിക്കത്. മനസ്സിലായി. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്നോട് ഞാനൊരു നീതി ചെയ്യണമല്ലോ, ഒരു മര്യാദ കാണിക്കണമല്ലോ. അപ്പം അത് നടക്കണ്ടായില്ല. എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്ലാനിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ വർക്കുകളിലേക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറി. രണ്ട് തരത്തിലും മൈൻഡും ആസ് വെൽ ആസ് ടൈം, അങ്ങനെയല്ലേ? അങ്ങനെ പറയാമോ? അതായത് ഇപ്പം എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറയട്ടെ, നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു കാൺ ജസ്റ്റ് നമുക്ക് മറ്റേ പാതി ആക്ടിവിസം പരിചയമില്ല, ഒക്കൂല. അതായത് ഓക്കെ ഇന്ന് നമുക്ക് പ്രതികരിച്ചിട്ട് നാളെ നമുക്ക് അത് പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരു പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് മുങ്ങി ഇത് എന്നാ തീരുമാനമാക്കിയിട്ട് എൻ്റെ കാര്യം എന്നുള്ള മൂഡിൽ നമ്മൾ ഇറങ്ങണേ. ആ ബാലൻസ് ഒന്നും ഇല്ലാന്നേ. ദർ ആർ പീപ്പിൾ ഹു ക്യാൻ ആക്ച്വലി ബാലൻസ് വെൽ. ഐ കാണ്ട്. അത് നമ്മളെ പറ്റിയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആ. ഇപ്പോൾ ഒരു വിഷയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് തീരുമാനം കണ്ടിട്ടേ തിരിച്ചിറങ്ങുന്നുള്ളൂ. സോ ലോട്ട് ഓഫ് ടൈം എനർജി സ്പെൻഡ് ഓൺ ഇറ്റ്. അപ്പം എനിക്ക് മനസ്സിലായി ദെൻ യു ഹാവ് ടു ഡിസൈഡ് അല്ലേ ഏത് വേണം, എവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പം എനിക്ക് ആലോചിച്ചപ്പോൾ ഏറ്റവും സ്ട്രോങ് എന്താ, നിങ്ങളുടെ മീഡിയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ, നിങ്ങൾക്ക് അതിനകത്ത് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിങ്ങൾക്ക് പറയാന്നേ. അതിനകത്ത് വേണ്ടേ നമ്മളീ പറയണതൊക്കെ. നമ്മളിതെല്ലാം പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന് വൻ തള്ളൊക്കെ തള്ളി. ഞാൻ പോയിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത സിനിമ ചെയ്യാൻ പാടില്ലല്ലോ എനിക്ക്. മനസ്സിലായി. അപ്പോൾ അതിപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിനെക്കാട്ടിലും ഞാൻ മരിച്ചു പോയാലും ഞാൻ ചെയ്ത വർക്ക് അവിടെ ഉണ്ടാവുമല്ലോ. അതൊരു ഭയങ്കര ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ ഞാൻ ഈ പറയണതെല്ലാം അൾട്ടിമേറ്റ്ലി വരേണ്ടത് അതിനകത്താണ്. അത് ഏറ്റവും ക്രിയേറ്റീവ്ലി ഏറ്റവും നല്ലൊരു വർക്കും ആവണം. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരുക എന്നുള്ളൊരു പ്രോസസ്സില്ലേ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചർച്ചകളുടെ ലൂപ്പ് ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ട്. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദ പീപ്പിൾ അറൗണ്ട് മീ ഹു ആർ ആക്ച്വലി ആക്ടിവിസ്റ്റ്. ഞാനതല്ലാന്ന് റിയലൈസ് ചെയ്തു.
എന്നുള്ളതാണ് സത്യം. ഞാൻ ആക്ടിവിസ്റ്റ് അല്ല എന്ന് തിരിച്ചറിഞ്ഞു. ബിക്കോസ് ദർ ആർ ഫ്യൂ പീപ്പിൾ ജീവൻ കളഞ്ഞ് എവറി ഡേ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയണേ. വെറുതെ വന്നിരുന്ന് സംസാരിച്ച് പോണത് പോലും അല്ല. യു ഹാവ് ടു ഡൂ സം ആക്ച്വൽ വർക്ക്. അത് ചെയ്യണ കുറേ മനുഷ്യർ എനിക്കറിയാം കേരളത്തിൽ. അവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എനിക്കുൾപ്പെടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. I did try to contribute into that line. I still would like to. I will continue doing that. പക്ഷേ not at the cost of losing my art. മനസ്സിലായി, വ്യക്തമായി. ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടർ വുമൺ എന്നുള്ള സിനിമയിലേക്ക് തിരികെ വരികയാണെങ്കിൽ അതിനകത്ത് ഒരേ അവസ്ഥയിലുള്ള കുറേ സ്ത്രീകൾ അവരെ കടന്നു പോകുന്ന മാനസിക വഴികൾ, അവരതിനകത്ത് അനുഭവിക്കുന്ന സന്തോഷം, ആനന്ദം, ഇതൊക്കെ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേപോലെ ചിന്തിക്കുന്നവർ, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ളവർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് അർച്ചന എന്ന് എനിക്കറിയാം. അപ്പോൾ അർച്ചന അതിൽ നിന്ന് നേടിയിട്ടുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്? അത് ഒരുമിച്ച് ഒരേപോലത്തെ ചിന്താഗതിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നൊരു, അതായത് ആക്ച്വലി ഇത് ഭയങ്കര രസം. ഒരുമിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോഴ്സിലാട്ടോ നമ്മളൊക്കെ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വൻ അടിപിടി. ഞങ്ങൾക്കിടയിൽ വി ഹാവ് ലോഡ് ഓഫ് ഫൈറ്റ്സ്. ഇപ്പം നമ്മൾ സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്ന മനുഷ്യരല്ലേ, ഒരു തരത്തിൽ ബന്ധമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ കോഴ്സിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസമുള്ള പരിപാടി. അങ്ങനെ തന്നെയാണ് അത്. കുഞ്ഞിലയുടെ ഒരു സിനിമയുണ്ട് അസംഘടിതർ എന്ന് പറഞ്ഞിട്ട്, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. I just love that film. അപ്പം അതിനകത്ത് ശരിക്കും സ്ത്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രസമായിട്ടാണ്, വളരെ ഫണ്ണായിട്ട് ആളത് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഒരു കോമൺ ജെനുവിൻ കോസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. അത് ഭയങ്കര രസമാണ്. അതാണ് അതിൻ്റെ ഐക്യം. വണ്ടർ വുമൻ സിനിമ എനിക്ക് അഞ്ജലിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കൊതിയാണ്, ഭയങ്കര രസമാണ്. നമ്മുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എടുക്കാൻ അറിയണ ഒരു ഡയറക്ടറാണ്. ഐ എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ഹർ. അപ്പോൾ ഐ മീൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒരു ആക്ടറിന് ആളുടെ കൂടെയുള്ള പ്രോസസ്സ് ഭയങ്കര രസമാണ്. അതൊരു ഐ ഡോണ്ട് നോ, സമൺ ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറേ സ്ത്രീകളായിരുന്നു, അതെനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തൊരു കാര്യമാണ്. ADs, ടെക്നിക്കൽ ടീം ഉൾപ്പെടെ, ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ഒരു 60% സ്ത്രീകൾ മിനിമം ഉണ്ടായിരുന്നു. എക്സാക്ട്ലി എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും മോർ ദാൻ 50% സ്ത്രീകൾ ആ സെറ്റിൽ ഉണ്ടായിരുന്നു. ആർട്ട്, കോസ്റ്റ്യൂം, എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു, ADs ആയിട്ടും. അപ്പോൾ അതൊരു ഭയങ്കര നല്ല എക്കോസിസ്റ്റാണ്, ഒരു ബാലൻസ്ഡ് എക്കോസിസ്റ്റാണ്. ഇറ്റ് ആക്ച്വലി ഗിവ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനർജി. ഭയങ്കര സന്തോഷമുള്ളൊരു സ്പേസാണ് അത്. ഇപ്പം ബോംബെയിലൊക്കെ ഉണ്ട്. ബോംബെയിലൊക്കെ അത് വളരെ നോർമലാണ്. കൂടുതലും സ്ത്രീകളായിരിക്കും സെറ്റിൽ. നമുക്കൊന്നും ഇപ്പോഴും അത് അത്ര കോമൺ ആയിട്ടില്ല. സോ ഫോർ മീ അതായിരുന്നു അഞ്ജലിയുടെ സെറ്റാണ് ആദ്യമായിട്ട് ഇത്രയും സ്ത്രീകളുള്ളൊരു സെറ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണത്. ദെൻ ഐ ന്യൂ, ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ റിഫ്രഷിങ്. അയ്യോ ഇങ്ങനെയൊക്കെയാണല്ലേ, നമുക്ക് അറിയില്ലല്ലോ അത്. അപ്പം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവരെല്ലാവരും എൻ്റെ കൂട്ടുകാരാണല്ലോ, നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ. ആൻഡ് ഫ്രണ്ട്സ് ബിക്കോസ് ഓഫ് ആ പ്രത്യേക കാരണം കൊണ്ടാണല്ലോ. പൊളിറ്റിക്കലി ഒക്കെ കണക്റ്റഡ് ആണ്. ഒന്നുമില്ല, ബേസിക്കലി മനുഷ്യാവകാശങ്ങളെ പറ്റിയൊക്കെ അറിയാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് രസമുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ WCCയുടെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അർച്ചനയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുസമൂഹത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, മാനസികമായിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞ കലാപരമായിക്കോട്ടെ, കിട്ടുന്നൊരു എന്താ പറഞ്ഞ ഒരു വല്ലാത്തൊരു ഉണർവെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ. പറയൂ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ അതിനുണ്ടെങ്കിൽ പോലും ഏറ്റവും അടുത്ത് നിൽക്കുന്നുള്ളതാണെന്നുള്ളതൊക്കെ എന്തൊക്കെയാണ് പെട്ടെന്ന് പറയാനായിട്ട് തോന്നുന്നത്? അത്ര സുഖമൊന്നുമില്ല കേട്ടോ. അതാണ് എന്നെ ആദ്യം നോക്കിയതല്ലേ.
അത്ര സുഖമുള്ള പരിപാടിയല്ല. അതാണ് മാനസിക ഉണർവ് ഉണർവ്. ഇറ്റ്സ് വെരി എക്സോസ്റ്റിംഗ്. നോ, ഇറ്റ് ഈസ് എക്സോസ്റ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ് ടു ഡു. സന്തോഷം എന്ന് പറയുന്നത് അത് ഹായ് നമ്മൾ എന്തൊക്കെയോ ചെയ്തൂലേ എന്നൊക്കെ ഉള്ള ഒരു എലമെന്റ് ഓഫ് എന്താ പറയുക, സെൻസ് ഓഫ് നമ്മളത് ചെയ്തു എന്നുള്ളൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ. എന്തോ നമ്മൾ വി മെയ്ഡ് സം സെൻസ് എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് കൊള്ളാം. അത് ദാറ്റ് ഇറ്റ്സ് വെരി എക്സോസ്റ്റിംഗ്. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. നിങ്ങൾ കേൾക്കുന്ന കഥകളായിക്കോട്ടെ എല്ലാം അല്ലേ, പിന്നെ അതിനോടുള്ള റിസപ്ഷനും എല്ലാം ഭയങ്കര കഷ്ടപ്പാടും ഹ്യൂജ് ലേബറും ഒക്കെയാണത്. അതുകൊണ്ട് അതൊരു എൻജോയബിൾ പ്രോസസ്സേ അല്ല. ഓൾസോ ബിക്കോസ് വി ആർ ഓൾ ആർട്ടിസ്റ്റ്, വി വോണ്ട് ടു ഫോക്കസ് ഓൺ ആർട്ട്. നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇവരെല്ലാവരും എന്നെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്. ഐ ടുക്ക് എ ലോങ് ബ്രേക്ക് ആൻഡ് ഐ എം ലൈക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കുന്നൊരു സോണിലാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എന്നെ അങ്ങ് മുക്കിക്കൊല്ലാതെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല. ആ ബാലൻസിങ് ആക്ട് അറിയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. അപ്പോൾ എനിക്ക് ശരിക്കും ഐ നീഡ് ദറ്റ് മെൻ്റൽ സ്പേസ് ടു വർക്ക് ഓൺ വാട്ട് ഐ ലവ് ദ മോസ്റ്റ്. ആൻഡ് നമ്മൾ പറയില്ലേ ദ പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ എന്ന് എപ്പോഴും പറയുമല്ലോ. അപ്പോൾ നമ്മളെ ലൂസ് ചെയ്യുന്നതല്ല രാഷ്ട്രീയം, ഫെമിനിസ്റ്റ് രാഷ്ട്രീയം. അപ്പം അതിനകത്ത് നമ്മളെ അങ്ങോട്ട് കൊണ്ട് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മൾ ക്ഷീണിക്കും എന്നല്ലാതെ ആക്ഷൻസാണ്. ഇത് ഞാൻ എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ജേർണിയെക്കുറിച്ചാണ് പറയണേ. ഐ ഫെൽറ്റ് ലോഡ് ഓഫ് ഒരു പോയിന്റിൽ ഐ ഫൗണ്ട് മൈസെൽഫ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പണിയെടുക്കുന്നുണ്ട്, വളരെ എക്സോസ്റ്റിംഗ് ആണ്. ബട്ട് ദെൻ യു ആർ നോട്ട് ഹാപ്പി. അപ്പം നമുക്കിങ്ങനെ ജോയ് ഓഫ് ക്രിയേറ്റിംഗ് സംതിങ് ഇല്ലെങ്കിൽ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പാടാണ്. ഇപ്പോൾ ഈ സിനിമകൾ സംഭവിക്കുന്നു, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും നാഷണലി ശ്രദ്ധിക്കപ്പെടുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ കൂടെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് മുന്നേ നാടക പ്രവർത്തനങ്ങളും തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നാടകങ്ങൾ എങ്ങനെയാണ് നാടകങ്ങളിലേക്ക് വരുന്നത്? എന്നെ നാടക പ്രവർത്തക എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. പക്ഷെ അതിനോടൊരു ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ. ഇഷ്ടമുണ്ട്, ഞാൻ നാടകവും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ നാടക പ്രവർത്തക എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നാടക പ്രവർത്തകരെന്നെ അഡ്രസ്സ് അന്വേഷിച്ചൊന്ന് ഇടിക്കും. കാരണം നമ്മൾ കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് തിയേറ്റർ ആർട്ടിസ്റ്റുകളും പ്രാക്ടീഷണേഴ്സും ഉള്ളൊരു സ്ഥലമാണ്. ഇൻ്റർനാഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ തിയേറ്റർ പേഴ്സണാലിറ്റീസ് നമ്മുടെയാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഗിരീഷ് കർണാട്ടിൻ്റെ ഒരു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സി അയ്യപ്പൻ്റെ പ്രേതഭാഷണം എന്ന് പറഞ്ഞൊരു നാടകമാണ് മഹാരാജാസിൽ നാടകോത്സവത്തിൽ നമ്മൾ ചെയ്തത്. അന്നൊക്കെ നമ്മൾ സമ്മാനം വാങ്ങാനാണല്ലോ, സമ്മാനമൊക്കെ വാങ്ങി. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം അല്ലേ. അത് കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഐ ഡിഡ് വൺ പ്ലേ. അത് ഒരു കണ്ണൻ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത, ഹീസ് ഫ്രം NSD. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ആ സമയത്ത് ഞാനവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു കുട്ടികളെ, ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഭയങ്കര രസമുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ലൈക്ക് ലോഡ് ഓഫ് ദെം ആർ NSD പീപ്പിൾ. അപ്പോൾ അവരുടെ കൂടെ ഒരു പ്ലേ ചെയ്തു. അവർ പഠിച്ചൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളൊരു എനർജിയിലുള്ള വളരെ എക്സ്പെരിമെൻ്റലൊക്കെ ആയിട്ടുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്, ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ റീസെൻ്റ്ലി ആണ് ഇവിടെ ഭയങ്കര രസമുള്ളൊരു ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദിബൻ ശിവരാമൻ. അത് ലാസ്റ്റ് ഡിസംബറിൽ ഇൻ തൃക്കരിപ്പൂർ KMK എന്ന് പറയുന്ന സംഘത്തിൻ്റെ കൂടെ. അതൊരു പ്രത്യേക കാരണം കൊണ്ട്, അതിലൊരു ആർട്ടിസ്റ്റിന് ചെറിയൊരു ഇൻകൺവീനിയൻസ് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ എല്ലാവരും ആ നാട്ടുകാർ, ആ മനുഷ്യരാണ് 10 കൊല്ലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വലിയ ഗംഭീര അനുഭവം. അത് ആ മനുഷ്യരും ഗംഭീര ആർട്ടിസ്റ്റുകളും അവരൊരു 6 മാസം കൊണ്ടൊക്കെ അവർ 10 കൊല്ലം മുന്നേ ബിൽഡ് ചെയ്ത് 10 കൊല്ലമായിട്ട് നിരന്തരം അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ്. അങ്ങനൊരു സംഗതി അല്ലേ, അങ്ങനൊരു നാടകം
അതും കസാക്ക്. ആൻഡ് ഇറ്റ്സ് ദീപൻ. സോ അതെനിക്ക് ഐ തിങ്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എനിക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടി. ഭയങ്കര ഭാഗ്യമല്ലേ ഈ പറഞ്ഞ പോലെ. അത്രയും വലിയൊരു നാടക പ്രവർത്തകൻ, അത്രയും വലിയൊരു ആക്ടിങ് കോച്ച്, അദ്ദേഹം കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയും, നമ്മൾ അഭിനയം പഠിക്കുന്നവർ പറയും കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന രീതി ഉണ്ടെന്ന് പറയും. ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാൾ. അടുത്ത് നിൽക്കുക, പ്രവർത്തിക്കുക, അല്ലേ, സന്തോഷം. ഇറ്റ് വാസ് മാജിക്കൽ. അതും ആ മൊത്തം മനുഷ്യരെ 10-30 ആൾക്കാർ, തൃക്കരിപ്പൂരും KMK, ദീപൻ ശിവരാമൻ എന്ന് പറഞ്ഞ ഒരാളും ഭയങ്കര ഗ്രൗണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഗ്രൗണ്ട് ചെയ്യിപ്പിച്ചു. മണ്ണിലിട്ടുരുട്ടി പറയുന്നത് നമ്മൾ ചിതറിപ്പോയ നമ്മളിങ്ങനെ എടുത്തിങ്ങനെ നമ്മളിങ്ങനെ പൊളിച്ചിട്ട് നമ്മളെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ എടുത്ത് ഒരു സ്വരുക്കൂട്ടി തിരിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അനുഭവം. അത് ഭയങ്കര, എനിക്ക് തോന്നുന്നു അത്തരം അനുഭവങ്ങൾ ആക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രോസസ് ബ്രേക്സ് യു ഡൗൺ. പിന്നെ അതിന് നമ്മളെ ഫിക്സ് ചെയ്ത് അയ്യോ അത് പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. 2025 കൊള്ളായിരുന്നു ആ തരത്തിൽ. നമ്മളെ ഇപ്പോൾ ഇങ്ങനെ നിലപാടുകളിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും സദാചാരം എന്ന് പറഞ്ഞൊരു ടേം വളരെ കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. സദാചാരം എന്ന് പറഞ്ഞൊരു ആചാരമൊന്നും ഇല്ല എന്ന് നമ്മളെല്ലാവരും പറയുകയും ചെയ്യും. സദാചാരം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഇപ്പോൾ പണ്ട് ചെയ്തൊരു ഡോക്യു ഫിക്ഷൻ, ഇപ്പോൾ 2 പേർ ചുംബിക്കുമ്പോഴൊക്കെ അതിനകത്തൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ രാഷ്ട്രീയവും എന്താണ് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ അർച്ചന ഉദ്ദേശിക്കുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. അല്ല, എന്നാലും അതിൻ്റെ ഒരു പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അർച്ചനയ്ക്കും എൻ്റെ അടുത്തൊരു ആ രാഷ്ട്രീയത്തിലൊരു പങ്കുണ്ടല്ലോ. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് പങ്കുണ്ടോ? അപ്പോൾ എന്താണ് ശരിക്കും സദാചാരം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ബേസിക്കലി എന്താ തോന്നുന്നത് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ? എനിക്ക് റീഡിഫൈൻ ചെയ്യാൻ വാക്കിനെ എന്ന് വെച്ചാൽ നമുക്ക് എത്തിക്കലായിരിക്കാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അനാർക്കി ഇഷ്ടമല്ല. മനുഷ്യർ അനാർക്കി പ്രാക്ടീസ് ചെയ്യുകയോ ആരോടും എത്തിക്കലല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല. അപ്പം എത്തിക്കലായിരിക്കുക, വാല്യൂ സിസ്റ്റംസ് ഉണ്ടാവണത് നല്ലത് തന്നെയാണ്. എല്ലാ സൊസൈറ്റിക്കും അതുണ്ട്. അപ്പുറത്തെ ആളെ നമ്മൾ അയാളുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറാതിരിക്കുക എന്നുള്ളതാണല്ലോ. ഹോണസ്റ്റ് ആയിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, എത്തിക്കലായിരിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല ക്വാളിറ്റീസാണ്. അത് നല്ലതാണ്. ബട്ട് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല. ആ ബോധ്യം ഉണ്ടായാൽ മതി എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ തിരിച്ചേ ഇപ്പോൾ നമ്മൾ ഈ ഒരു സംസാരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോസിറ്റീവ് ഇടമാണ് മഹാരാജാസ്. മഹാരാജാസിനെ കുറിച്ച് നമുക്ക് പറയണം. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു സ്ഥലമാണ്. ഞാൻ മഹാരാജാസ് പഠിച്ച ഒരാളല്ല, പക്ഷേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു ഇടമാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കലയിൽ കിട്ടുന്നൊരു എക്സ്പോഷർ ഉണ്ട്, അവിടെ രാഷ്ട്രീയത്തിൽ കിട്ടുന്നൊരു എക്സ്പോഷർ ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നതിൽ കിട്ടുന്നൊരു പ്രത്യേക ഒരു സ്വാധീനമായ ഇടത്തിനുണ്ട്. ആ ഒരു ഇടം എത്രത്തോളം താങ്കളെ സഹായിച്ചിട്ടുണ്ട് കലയിൽ, രാഷ്ട്രീയത്തിൽ, നിലപാടുകളിൽ എന്ന് പറഞ്ഞ് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. ഇപ്പം എൻ്റെ രാഷ്ട്രീയവും നിലപാടും എല്ലാം കലയിലാണേ. അങ്ങനെയാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അല്ലാണ്ട് ദാറ്റ് ടു വെൻ ഐ ക്രിയേറ്റ് സംതിങ് ഓഫ് മൈ ഓൺ. ലൈക്ക് ഇപ്പം ഞാനൊരു ഡയറക്ടർ വിളിച്ച് പോയി അഭിനയിക്കുന്ന അതെൻ്റെ ജോലിയാണ്. അവിടെ എനിക്ക് വലിയ സേ ഒന്നുമില്ല. അത് വേറൊരാളുടെ വിഷൻ. അതിന് നമ്മളത് ആ ഡയറക്ടർ പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ഭാഗമാണ്, വിച്ച് ഇസ് ഭയങ്കര രസമുള്ള പരിപാടി. ബിക്കോസ് ഇറ്റ്സ് എ കളക്റ്റീവ് ആർട്ട് ഫോം. നമുക്ക് ചിത്രം ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കാം, നോവൽ ഒറ്റയ്ക്കിരുന്ന് എഴുതാം, കവിത എഴുതാം, പലതും ചെയ്യാം. പക്ഷേ സിനിമ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ്സ് എ വെരി പ്രൈമർലി ഇറ്റ്സ് കളക്റ്റീവ്. ആൻഡ് ലൈക്ക് ഇത് വാച്ചിങ്ങും കളക്റ്റീവ് ആണല്ലോ ആ എക്സ്പീരിയൻസ് എന്ന് പറയണത്. അപ്പം ആൾക്കാരുടെ കൂടെ ചേർന്ന് ഒരു സംഘമായിട്ട് നമ്മളൊരു മോസ്റ്റ്ലി ഒരാളുടെ വിഷൻ, 1-2 പേരുടെ വിഷൻ, ഒരു കൂട്ടം മനുഷ്യർ ചേർന്ന് അതിലേക്ക് കൊളാബറേറ്റ് ചെയ്ത് നമ്മളത് ഉണ്ടാക്കുകയാണല്ലോ ചെയ്യണേ ബേസിക്കലി. മനസ്സിലായി. അൺലെസ് ഇറ്റ്സ് വെരി എക്സ്പെരിമെൻ്റൽ, ദർ ആർ collectives where they collaborate and make films together as a group and all. അങ്ങനെയൊന്നും അല്ല യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. ഒരാളുടെ വിഷനാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ ഇത്രയും മനുഷ്യർ നമ്മുടെ സ്കില്ലും ക്രാഫ്റ്റും ഐഡിയകളും ഒക്കെ ആഡ് ചെയ്യല്ലേ ചെയ്യാം. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. മഹാരാജാസിൽ എന്നെ എറണാകുളത്ത് കൊണ്ടുവന്നു.
ഞാൻ അതുവരെ മഞ്ചേരിയിൽ മാത്രം ജീവിച്ച ഒരാളാണ്. ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അങ്ങനെ ഒരു സ്ഥലമാണല്ലോ, നമുക്ക് എല്ലായിടത്തേക്കും എൻട്രി ഉണ്ട്, നമുക്ക് എക്സ്പോഷർ ഉണ്ട്. ആ സമയത്ത് നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പലതരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതം മാറിയത് മഹാരാജാസിലൂടെ തന്നെയാണ്. കാരണം അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ എൻ്റെ വീടുമായിട്ടുള്ള എൻ്റെ ബന്ധം ഒക്കെ മാറി. ഇന്നവേ എന്നെ ഭയങ്കര ലോൺലി ആക്കി കോളേജ്. ഞാൻ വരുന്ന സ്പേസിൽ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യമൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. എന്നെ ഐ റിമെമ്പർ ദം ടേക്കിംഗ് മീ ടു സം മന്ത്രവാദി അറ്റ് സം പോയിന്റ്. അതായത് എന്തോ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്തൊക്കെയോ പറയണു, മനസ്സിലാവണില്ല, ഇങ്ങനെയൊന്നും അല്ലല്ലോ പോയതെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ശരിക്കും മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസനായിട്ടാണ് എന്നെ അവർ കണ്ടിട്ടുള്ളത്. അതായത് ഇങ്ങനെ ആ ട്രാക്ക് ഉണ്ടല്ലോ. ബട്ട് ഐ വാസ് വെരി ഓണസ്റ്റ്. എല്ലായിടത്തും വളരെ ഓണസ്റ്റ് ആയിരുന്നു. രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ടു ഹോണസ്റ്റ് ഐ വാസ്. അപ്പം ആ പ്രോസസ്സിൽ മുഴുവൻ അതിനെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. യെസ്. അല്ല, അർച്ചന എപ്പോഴും പണ്ടെപ്പോഴോ പറഞ്ഞിരിക്കുന്ന ഒരു സംസാരത്തിലാണെങ്കിൽ പോലും അർച്ചന ആദ്യം പറയുന്ന സെൻറ്റൻസ് എൻ്റെ പേര് അർച്ചന പത്മിനി, ഞാൻ മഹാരാജസിലാണ് പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. എനിക്ക് അത്ര മറ്റേ മഹാരാജസ് നൊസ്റ്റാൾജി ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഭയങ്കര പ്രൗഡായിട്ട് അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടാവും. ഐ എം പ്രൗഡ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഗിവൺ മീ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ ഞാൻ അങ്ങനെ എനിക്കതിനകത്ത് അങ്ങനത്തെ അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് അങ്ങനെ ഒന്നുമില്ല. മനുഷ്യർക്ക് കുറേ പേർക്ക് അങ്ങനെ ഉണ്ടല്ലോ, മഹാരാജസ് പഠിച്ച ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഐ എം ന്യൂട്രൽ. ബട്ട് ലോട്ട് ഓഫ് തിങ്സ് ഐ ഹവ് കോൺട്രിബ്യൂട്ടഡ്. മഹാരാജാസ് ഹാസ് ഗിവൺ മീ എ പ്ലാറ്റ്ഫോം. ഭയങ്കര രസമായിട്ട് ഇരുന്ന് ചിന്തിക്കാനും സമരം ചെയ്യാനും സിനിമ കാണാനും ആലോചിക്കാനും വളരെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യരെയും ഒക്കെ കണ്ടൊരു സമയമാണ്. വളരെ ക്രേസി ആയിട്ടുള്ളൊരു സമയമാണത്. ഭ്രാന്ത് പിടിച്ചൊരു സമയം. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ എവർ ഗോ ബാക്ക് ടു ദാറ്റ് ഫേസ് ഓൾസോ. വെരി യങ് ആൻഡ് വേറെ എന്തോ ഒരു അവസ്ഥ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും രസമായിട്ട് സംസാരിച്ചെന്ന് പറയണോ, മനസ്സോർന്ന് സംസാരിച്ചെന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്, ഞാൻ പക്ഷേ ഒരുപാട് സന്തോഷം. ഇപ്പോൾ നമ്മൾ ആദ്യം അർച്ചന പത്മിനി എന്നുള്ള ഐ റിയലി വാണ്ടഡ് ടു ബി വെരി കോൺഷ്യസ് വെൽ സ്പീക്കിംഗ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. അതാണ് വേണ്ടത്. ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നുള്ള പ്ലാനിലാണ് വന്നത്, നടന്നില്ല. എവിടെയോ കൈവിട്ടുപോയി, എന്തോ കൈവിട്ടുപോയി. അപ്പോൾ അർച്ചന കുറച്ച് മുമ്പ് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ നിഷ്കളങ്കത കൊണ്ട് ഞാൻ സംസാരിച്ചതാണ് പലതും, അല്ലെങ്കിൽ നിഷ്കളങ്കത കൊണ്ട് ഞാൻ തുറന്നു പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ആയിക്കോട്ടെ, ബുദ്ധി കാണിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ശരിക്കും ഐ ഷുഡ് ബി സ്മാർട്ട് ഇനഫ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്, പക്ഷെ നടക്കണില്ല. പക്ഷെ എന്തു ആയിക്കോട്ടെ, ഇപ്പോൾ സ്മാർട്ട് ഇനഫ് എന്ത് പ്രശ്നം ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് ബഹുമാനം, എനിക്ക് സ്നേഹം അങ്ങനെ തുറന്നു പറയുന്ന അർച്ചന പത്മിനിയോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയും സംസാരിക്കൂട്ടോ. ഇനിയും നമ്മൾ ഇരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.